വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി ശക്തിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച വാർത്ത ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വരികയുണ്ടായി. അപ്പോൾ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ പ്രതികാര മനോഭാവത്തോടെ സ്വീകരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ചുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. അത് അംഗീകരിക്കുന്ന നിലപാടാണ് സുപ്രീം കോടതി ഇന്ന് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശങ്കകൾ പരിഹരിക്കാൻ പ്രത്യേകം സംവിധാനം വേണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളെല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഗൂഢ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വേട്ടയാടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഗൂഢ ഉദ്ദേശത്തോടുകൂടിയുള്ള വേട്ടയാടൽ എന്ന കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അതുണ്ടാകരുത് എന്ന് സുപ്രീം കോടതി പറയുന്നത്. കേന്ദ്ര ഏജൻസികൾ ഇത്തരം അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനവും കൂടി കണക്കിലെടുത്ത് അനുയോജ്യമായ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും അതിന് ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച ചെയ്ത് ശുപാർശ നൽകണമെന്നും കോടതി നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ വളരെ ഫലപ്രദമായ ഒരു ഇടപെടലാണ് ഈ കേന്ദ്ര ഏജൻസികളുടെ ഇത്തരം ഗൂഢ ഉദ്ദേശത്തോടുകൂടിയുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സംബന്ധിച്ചും ഇപ്പോഴും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ചർച്ച ചെയ്ത് ശുപാർശകൾ നൽകണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. മിക്ക സംസ്ഥാനങ്ങളിലും EDയും സംസ്ഥാന സർക്കാരും തമ്മിൽ പോയി രൂക്ഷമായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം ന്യായമായും സുതാര്യമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കാനും ദേശീയ തലത്തിൽ മാർഗനിർദ്ദേശം തയ്യാറാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ പത്രത്തിൽ കുറേ വാർത്തകൾ വന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ട് വരാത്തതുകൊണ്ട് അതുകൂടി വ്യക്തമാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികാര നടപടികളും വേട്ടയാടലും പാടില്ലെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് തെറ്റായ രീതിയിൽ ഇടപെടുന്ന പ്രശ്നം രാഷ്ട്രീയ പ്രേരിതമായ നിലപാടാണെന്ന് നമ്മൾ മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചത് സുപ്രീം കോടതിക്ക് വരെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴേറ്റവും അവസാനത്തെ കാര്യം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാനാവുക. അപ്പോൾ കേരളത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾ സംബന്ധിച്ച് മുന്നോട്ട് വെച്ച നമ്മുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളും ശരി വെക്കുന്ന സമീപനമാണ് ഇപ്പോഴും ഇതിലൂടെ വ്യക്തമാക്കപ്പെട്ടത്.